നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം നെയ്മർ ജൂനിയർ എന്നും മടങ്ങി വരും. അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ MRI ടെസ്റ്റൊക്കെ കഴിഞ്ഞ ദിവസം നടത്തി. നല്ല പ്രോഗ്രസീവാണ്, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറയുക എന്നല്ലാതെ എന്ന് താരം മടങ്ങി വരുമെന്നോ എന്താണ് ഇനിയുള്ള ഷെഡ്യൂളെന്നോ ഒന്നും ബ്രസീൽ ടീമിൻ്റെ മാനേജ്മെൻറ്റ് വിശദീകരിച്ചില്ല. അത് ബ്രസീലിൽ വലിയ തർക്കമൊക്കെ ആയിട്ടുണ്ട്. ഇത് മറച്ചു വെക്കുകയാണോ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള പരിക്കിൻ്റെ അവസ്ഥ എന്നൊക്കെ ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തായാലും ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ നെയ്മറുടെ മടങ്ങി വരവിനെ കുറിച്ച് ചില സൂചനകൾ നൽകുന്നുണ്ട്. നമ്മളതാണ് പരിശോധിക്കുന്നത്. നമ്മുടെ ആരാധകർക്ക് അറിയേണ്ടതും അതാണല്ലോ. ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് നെയ്മർ ജൂനിയർ മൊറോക്കോക്കെതിരെയുള്ള കളിയിൽ ഒരു പക്ഷേ ബെഞ്ചിലുണ്ടായേക്കാം, പക്ഷേ കളിക്കില്ല. ഹെയ്ത്തിക്കെതിരെയുള്ള കളിയിൽ അദ്ദേഹത്തെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുക, അതാണിപ്പോൾ ബ്രസീൽ ടീമിൻ്റെ പ്ലാന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ MRI ടെസ്റ്റൊക്കെ നടത്തിയപ്പോൾ ഒപ്റ്റിമിസം എന്നതിലപ്പുറം കോഷനാണുള്ളത്. ശുഭാപ്തി പ്രതീക്ഷയേക്കാൾ കൂടുതൽ കുറച്ചുകൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന രൂപത്തിലാണിപ്പോൾ ബ്രസീൽ ടീമിൻ്റെ ഡോക്ടേഴ്സ് ഉള്ളത് എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് കാര്യങ്ങൾ അത്ര അങ്ങ് പറയുന്ന പോലെ ശുഭമല്ല. റോഡ്രിഗോ ലാസ്മർ ഹെഡർ ചെയ്യുന്ന ബ്രസീൽ ടീമിൻ്റെ ഡോക്ടേഴ്സ് നെയ്മറെ വീണ്ടും പെട്ടെന്ന് കളിക്കളത്തിലേക്ക് ഇറക്കാൻ തയ്യാറാവുന്നില്ല. ഇതുവരെ ബോൾ കൊണ്ടുള്ള ട്രെയിനിങ്ങിലേക്ക് അദ്ദേഹത്തെ അനുവദിച്ചിട്ടില്ല. ഗ്രഞ്ച കമാഴിയിൽ അദ്ദേഹം എത്തിയത് മുതൽ അദ്ദേഹത്തിന് കൃത്യമായ ഷെഡ്യൂൾ കൊടുത്ത് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ബോൾ കൊണ്ടുള്ള ട്രെയിനിങ്ങിലേക്ക് ഇപ്പോഴേ അദ്ദേഹത്തെ വിടാൻ അവർ തയ്യാറല്ലാത്തത് വീണ്ടും ഒരു പരിക്കിൻ്റെ റിസ്ക് ഇല്ലാതിരിക്കാനാണ്. ഒരു പുതിയ പ്രോബ്ലം ഇനി അറൈസ് ചെയ്യരുത്. അതുകൊണ്ട് തന്നെയാണ് വളരെ കെയർഫുള്ളിയാണ് അവർ നെയ്മർ ജൂനിയറെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം നെയ്മർ ജൂനിയറുടെ ക്യാമ്പിലെ ബിഹേവിയർ വളരെ മികച്ചതാണെന്ന റിപ്പോർട്ട് കൂടി ESPN ബ്രസീൽ നൽകുന്നുണ്ട്. ദിവസം 3 തവണയെങ്കിലും അദ്ദേഹം ട്രെയിനിങ്ങും റിക്കവറിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എത്രയും പെട്ടെന്ന് പൂർണ്ണ ഫിറ്റ്നസ്സിലെത്തി വേൾഡ് കപ്പ് കളിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വളരെ ആവേശത്തിലാണ്, എത്രയും പെട്ടെന്ന് ഫിറ്റാവാൻ വീട്ടിലെ ശ്രമത്തിലാണ് അദ്ദേഹവും ഉള്ളത്. പക്ഷേ മൊറോക്കോക്കെതിരെയുള്ള കളിക്ക് അദ്ദേഹം കളിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തൊരു പക്ഷേ ബെഞ്ചിലിരുത്തിയേക്കാം. അത് സഹതാരങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊടുക്കുന്ന ഉത്തേജനവും പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐക്കോണിക് സ്റ്റാറ്റസ് വേൾഡ് കപ്പിന് ഉപയോഗപ്പെടുത്താനും ഒക്കെ ആയിട്ട് മൊറോക്കോക്കെതിരെ ഒരു പക്ഷേ അദ്ദേഹം ബെഞ്ചിലുണ്ടാവും, പക്ഷേ കളിക്കാൻ സാധ്യതയില്ല. ഹെയ്ത്തിക്കെതിരെ എന്നാൽ അദ്ദേഹത്തെ കളിപ്പിക്കുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതാണ് ഇപ്പോൾ ESPN ബ്രസീലിൻ്റെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താം.